ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടി നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. സുനന്ദ വരുമെന്നുള്ള വിശ്വാസത്തിൽ നിധി പറഞ്ഞത് പ്രകാരം സുഭാഷും സുധീഷും നികേഷും ഹരീഷും ക്ഷേത്രത്തിൽ കാത്തിരുന്നു. എന്നാൽ സുനന്ദയ്ക്ക് വരാൻ കഴിഞ്ഞില്ല. മരിച്ചു കളയുമെന്ന് സുനന്ദയെ ഭീഷണിപ്പെടുത്തി ലളിത സുനന്ദയെ വീട്ടിൽ നിന്നും പുറത്തിറക്കുന്നില്ല. സുനന്ദ ചതിച്ചു എന്ന വിശ്വാസത്തിൽ പൊട്ടിക്കരഞ്ഞ് സുഭാഷിനോട് മാപ്പ് പറയുകയാണ് നിധി. തുടർന്ന് നിധിയെ സമാധാനിപ്പിച്ച് നിധിയെയും അനിയന്മാരെയും കൂട്ടി സുഭാഷ് വീട്ടിലേക്ക് പോകുന്നു. രാത്രി നിധി സുഭാഷിന്റെയും സുനന്ദയുടെയും വിവാഹം നടക്കാത്തതിന്റെ വിഷമത്തിൽ കണ്ണു നിറഞ്ഞ് ഹോളിലിരിക്കുകയാണ്. തൊട്ടരികിൽ ഹരീഷും നികേഷുമുണ്ട്. സുഭാഷിനെയും കൂട്ടി സുധീഷ് ബൈക്കിൽ അവിടേക്ക് വരികയാണ്. ജോലി കഴിഞ്ഞെത്തിയ സുഭാഷ് നിധിയോട് ചോദിക്കുന്നു, എന്താ മോളെ എല്ലാവരും കൂടി ഹോളിലിരിക്കുന്നത്? നിങ്ങൾ സംസാരിക്കുകയായിരുന്നോ? ശരി, ഞാൻ കൈയും കാലും കഴുകിയിട്ട് വരാമേ. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ നിധി കരയുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ ഇന്ന് നടന്നതൊന്നും ഒരു വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. സുഭാഷ് ഏട്ടൻ വിഷമിച്ചിരിക്കുകയാണെന്ന് കരുതിയാണ് ഞാൻ ജോലി സ്ഥലത്തേക്ക് പോയത്. എന്നാ സുഭാഷ് ഏട്ടൻ അതിനെപ്പറ്റി ഒരക്ഷരം പോലും എന്നോട് പറഞ്ഞില്ല. സുഭാഷ് അവിടേക്ക് വരുമ്പോൾ കൈകൂപ്പി പൊട്ടിക്കരഞ്ഞ് നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ എന്നോട് ക്ഷമിക്ക്, സോറി, ഐ ആം സോറി എന്ന് പറഞ്ഞ് നിധി കരയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നത്? ഏട്ടത്തി കരയാതെന്നാ നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, മോളെ നീ എന്തേ കാണിക്കുന്നത്? കരയാതെ. നിധി പറയുന്നു, സത്യമായിട്ടും സുഭാഷ് ഏട്ടന്റെയും സുനന്ദയുടെയും കല്യാണം നടത്താൻ വേണ്ടിയാ ഞാൻ സുഭാഷ് ഏട്ടനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോയത്. ഇങ്ങനെയാകുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. സുഭാഷ് പറയുന്നു, മോളെ അതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. മോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അപ്പൊ ഹരീഷ് പറയുകയാണ്. ഹരീഷ് പറയുന്നു, സുനന്ദ എന്നും ഇങ്ങനെ തന്നെയാ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാ. എന്നിട്ടും അവളെ വിശ്വസിച്ച ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ ഹരീഷിനെ നോക്കുകയാണ് നിധി. ഹരീഷ് പറയുന്നു, സുനന്ദ അങ്ങനെ ചെയ്തതിന് ഏട്ടത്തി എന്ത് തെറ്റാ ചെയ്തത്? കരയാതെ ഏട്ടത്തി. സുഭാഷ് പറയുന്നു, ആരുടെ ഭാഗത്തും ഒരു തെറ്റുമില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത്? കുറച്ചു നേരം നമ്മള് ക്ഷേത്രത്തിലിരുന്നു. ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ചു നാളായി. ഇന്ന് കുറച്ചു നേരം ക്ഷേത്രത്തിൽ ഇരുന്നു എന്ന് വിചാരിക്കാം. മോള് കരയാതെ. മോള് കരയുന്നതാ ഇപ്പൊ എന്റെ വിഷമം. നോക്ക്, എന്റെ കണ്ണെല്ലാം നിറഞ്ഞു വരുന്നു. ഏട്ടത്തി കരയാതെന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സോറി, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. സുഭാഷ് പറയുന്നു, അത് വിടും മോളെ, ഇങ്ങനെ കരഞ്ഞാൽ എന്തെങ്കിലും അസുഖം വരും. സുധീഷ് നീ ഒന്ന് പറ. സുധീഷ് പറയുന്നു, നിധി ഒരു തെറ്റും ചെയ്തിട്ടില്ല. വാ, നമുക്ക് പുറത്തോട്ട് പോയി നിൽക്കാം. പുറത്ത് നല്ല കാറ്റുണ്ട്. വാ, കുറച്ചു നേരം ആ കാറ്റ് കൊണ്ട് നിന്നാൽ റിലാക്സ് ആകും. ഞാനല്ലേ പറയുന്നത്, നിധി വാ. അങ്ങനെ സുധീഷ് നിധിയെയും കൂട്ടി പുറത്തേക്ക് പോകുമ്പോൾ കണ്ണീര് തുടയ്ക്കുകയാണ് സുഭാഷ്. തുടർന്ന് സുധീഷ് പറയുന്നു, നിധി അത് വിട്ടേര്. നിധി നല്ലതിനു വേണ്ടിയല്ലേ ചെയ്തത്. നിധി പറയുന്നു, സുനന്ദ വരുമെന്ന് ഞാൻ വിശ്വസിച്ചു. ചതിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. സുധീഷ് പറയുന്നു, ഇതിൽ ഏറ്റവും നഷ്ടം എനിക്കാണ്, നിധിക്കും സുഭാഷ് ഏട്ടനൊന്നും അല്ല. നിധി എന്നോട് കല്യാണത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇന്നത്തെ സ്വർണത്തിന്റെ വില കൊടുത്ത ഞാൻ അരപ്പവൻ താലി വാങ്ങിച്ചത്. ചിലവ് കുറയ്ക്കാനായി ഞാൻ അത് 2 ഗ്രാം ആക്കി മാറ്റി. ഈ ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം ഒരു പ്രശ്നമുണ്ട്, എപ്പോഴും കയ്യിൽ കാശ് കാണില്ല. ഇങ്ങനെ റോള് ചെയ്തോണ്ടിരിക്കുകയല്ലേ. കടം വാങ്ങിയ ഞാൻ കല്യാണത്തിന് വേണ്ട ചിലവുകളെല്ലാം ചെയ്തത്. നിധി പറയുന്നു, സുധീഷിന് കാശ് വേണമെങ്കിൽ ഞാൻ തരാം. സുധീഷ് പറയുന്നു, എന്താ നിധി ഇത്? ഞാൻ കാശിന് വേണ്ടിയല്ല പറഞ്ഞത്, എന്റെ നഷ്ടക്കണക്ക് പറഞ്ഞതേ ഉള്ളൂ. എന്താ നിധി ഇത്? ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ വേണമെങ്കിൽ കാശ് തരാം, ഞാൻ വേണമെങ്കിൽ കാശ് തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് കാശുണ്ടോ കയ്യില്? നിധി പറയുന്നു, അന്നെന്റെ വള വിറ്റില്ലേ, സുധീഷിന് തന്നെന്റെ ബാക്കി പൈസ എന്റെ കയ്യിൽ അതുപോലെ ഉണ്ട്. സുധീഷ് പറയുന്നു, അത് നിധിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഞാൻ ചുമ്മാതെ പറഞ്ഞതാ ഇത്രയും ചിലവായെന്ന്. സുനന്ദ വരും, ഇന്ന് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കുമെന്നുള്ള വിശ്വാസത്തിലാ എല്ലാം ചെയ്തത്. സുനന്ദ ചതിച്ചു, എന്ത് ചെയ്യാനാ? നിധി പറയുന്നു, അത്രയും ക്യാഷ് ഉണ്ടാക്കാനായി സുധീഷ് ഒരുപാട് കഷ്ടപ്പെട്ടു, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്താണെങ്കിലും സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കുമല്ലോ, അന്ന് ആ താലി നമുക്ക് ഉപയോഗിക്കാം. സുധീഷിന് വേണ്ടി സുഭാഷ് ഏട്ടന് എത്ര ചിലവാക്കിയിരിക്കുന്നു. നമുക്ക് വേണ്ടി റിസപ്ഷൻ എല്ലാം നടത്തിയില്ലേ? സുധീഷ് പറയുന്നു, നിധി പറഞ്ഞത് സത്യമാ. സുഭാഷ് ഏട്ടന് വേണ്ടി വാങ്ങിയ താലി എന്തെങ്കിലും ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് നടന്നത് ശരിയായിട്ടുള്ള കല്യാണം അല്ലല്ലോ, നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നടന്നതല്ലേ. നിധി പറയുന്നു, ഇതെല്ലാം എന്റെ തെറ്റാ. ഈ കല്യാണത്തിന്റെ ഏർപ്പാടുകളെല്ലാം ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു. എല്ലാവരെയും ഞാനിപ്പം വിഷമിപ്പിച്ചിരിക്കുക. സുധീഷ് പറയുന്നു, നിധി വീണ്ടും ആരംഭിച്ചെടുത്ത് തന്നെ ചെന്ന് നിൽക്കാതെ വിട്. നിധി ഇതെല്ലാം ചെയ്തത് സുഭാഷ് ഏട്ടന് നല്ലതിനു വേണ്ടിയല്ലേ. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ നിധിക്ക് തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. സുഭാഷ് ഏട്ടനോടും എന്റെ കുടുംബത്തിനോടും ഒക്കെ ഇത്രയും സ്നേഹം തോന്നുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴേ ഭയങ്കര അത്ഭുതം തോന്നുവാ. നിധി എങ്ങനാ എന്റെ കുടുംബത്തോടും സുഭാഷ് ഏട്ടനോടും എല്ലാം ഇത്രയും സ്നേഹം തോന്നി തുടങ്ങിയത്? നിധി പറയുന്നു, എന്താണെങ്കിലും ഞാൻ ഈ വീട് വിട്ടു പോകും. ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നാട്ടുകാര് പിന്നെ ഈ വീടിനെ സ്ത്രീകൾ വാഴാത്ത വീടെന്ന് പറയും. സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ് ഒരു പെണ്ണ് വീട്ടിലേക്ക് വന്നാൽ പിന്നെ ഞാൻ ഇവിടുന്ന് പോയാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്ന് നാട്ടുകാർ പറയുകയില്ല. സുധീഷ് ചോദിക്കുന്നു, നിധിയപ്പം അതിനുവേണ്ടിയാണോ ഇതെല്ലാം ചെയ്യുന്നത്? നിധി പറയുന്നു, അങ്ങനെയല്ല, സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കണം. സുഭാഷ് ഏട്ടൻ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. പക്ഷെ ഇത് ഒരു കാരണമാണ്. ഇത് കേട്ട് സുധീഷ് പറയുന്നു, നിധി അകത്തേക്ക്
വീട്ടിലേക്ക് പോയിക്കോ, പോയി വിഷമിച്ചിരിക്കുക. നിധിയെ സമാധാനിപ്പിക്കാനായി പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാ ഞാൻ ചെയ്ത തെറ്റ്. നിധി ചോദിക്കുന്നു, എന്തു പറ്റി? സുധീഷ് പറയുന്നു, ഒന്നുമില്ല, പോയി ചേട്ടനും അനുജത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കുക. പോ. നിധി സുധീഷിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ, വേണ്ട, ഞാൻ തന്നെ പോയേക്കാന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോവുകയാണ്. നിധി വിഷമത്തോടുകൂടി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ സുഭാഷ് ചോദിക്കുന്നു, എന്താടാ എല്ലാവരും ഓരോരോ മൂലയ്ക്ക് പോയിരിക്കുന്നത്? കുളി കഴിഞ്ഞ് ജോലിക്ക് പോകണ്ടേ? നിധി അവിടേക്ക് വരികയാണ്. ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ ഓക്കെയാണോ? പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ അത്, പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? എടാ, ഇന്ന് സൈറ്റിൽ ഒരുപാട് ജോലിയുണ്ട്, ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക. സുധീഷ് പറയുന്നു, ഭക്ഷണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ സുഭാഷ് ഏട്ടാ, എനിക്കിതുവരെ കാപ്പി പോലും കിട്ടിയില്ല. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ നികേഷും ഹരീഷും സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. സുഭാഷ് പറയുന്നു, അയ്യോ, നിനക്ക് ഞാൻ കാപ്പി തന്നില്ലല്ലേ, മറന്നുപോയി, ഇപ്പൊ എടുത്തോണ്ട് വരാമേ. അങ്ങനെ സുഭാഷ് അടുക്കളയിലേക്ക് പോവുകയാണ്. നിധി പറയുന്നു, സുധീഷ് ക്ഷേത്രം വരെ പോയി കല്യാണം മുടങ്ങി പോയതാണ്, സുഭാഷ് ഏട്ടനെ കുറിച്ച് സമാധാനം കൊടുക്കുവോ? ചായ കാപ്പി എന്താ സുധീഷ് ഇങ്ങനെയായി പോയത്? സുധീഷ് പറയുന്നു, ഞാൻ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു കാപ്പിയല്ലേ ചോദിച്ചുള്ളൂ. നിധി ചോദിക്കുന്നു, ഓ അങ്ങനെയാണോ, എങ്കിൽ ഭക്ഷണത്തിലോട്ട് കൈ വെക്കോ, അപ്പൊ തരാം ഞാൻ. ഇത് കേട്ട് സുധീഷ് കുനിഞ്ഞിരിക്കുമ്പോൾ ഹരീഷും നികേഷും സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. സുഭാഷ് കോഫി കൊണ്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കോഫി വേണോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, വേണ്ട സുഭാഷ് ഏട്ടാ. തുടർന്ന് അവിടേക്ക് വന്ന ഭാസ്കരൻ അടുക്കളയിലേക്ക് വന്ന് ഭക്ഷണം എടുത്ത് ഹോളിലേക്ക് വന്നിരുന്ന് കഴിക്കുകയാണ്. സുഭാഷ് ഭാസ്കറിന് വെള്ളം കൊണ്ട് കൊടുക്കുന്നു. എല്ലാവരും ഭാസ്കരനെ ശ്രദ്ധിക്കുകയാണ്. സുഭാഷ് തന്റെ കൂടെ ജോലി ചെയ്യുന്ന ബംഗാളി ചേട്ടന്റെ കുടുംബം നാട്ടിലേക്ക് വരുന്ന കാര്യം പറയുകയാണ്. സുധീഷിനോട് അവരെ പിക്ക് ചെയ്യാനും പറയുന്നു. അവർക്ക് ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണ്ടോന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എപ്പോഴാ ഞാൻ പോകേണ്ടത്? സുഭാഷ് പറയണം, 10 മണിയാകുമ്പോഴത്തേക്ക് പോയാൽ മതി. ഒരു ദിവസം എത്ര രൂപയാകൂടാ? സുധീഷ് കണക്ക് കൂട്ടി 4000 രൂപയെന്ന് പറയുകയാണ്. സുഭാഷ് പറയണം, 4000 അത് കുറച്ച് കൂടുതലല്ലേടാ? സുധീഷ് പറയുന്നു, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ 5000 6000 പറഞ്ഞേനെ, സുഭാഷ് ഏട്ടനായതുകൊണ്ടാ ഞാൻ 4000 എന്ന് പറഞ്ഞത്. സുഭാഷ് പറയുന്നു, ഞാൻ അവനോട് പറയാം, കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കണം കേട്ടോടാ. നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ ചോദിച്ചതല്ലേ സുധീഷെ, കുറച്ച് കുറയ്ക്കാമോ നോക്ക്. സുധീഷ് പറയുന്നു, എന്താ നിധി, ഇതിലും കുറയ്ക്കാൻ പറ്റില്ല. നിധി ചോദിക്കുന്നു, സുധീഷിന്റെ വണ്ടിയല്ലേ, സുധീഷ് വിചാരിച്ചാൽ കുറയ്ക്കാൻ പറ്റില്ലേ? ഇത് കേട്ട് ഞെട്ടി സുധീഷിനെ നോക്കുകയാണ് ഭാസ്കരൻ. ഹരീഷും നികേഷും സുഭാഷും മുഖത്തോട് മുഖം നോക്കുന്നു. എല്ലാവരെയും ഒന്ന് നോക്കിട്ട് സുധീഷ് പറയുന്നു, നിധി, ഞാൻ പോയാൽ കുഴപ്പമില്ല, മറ്റൊരു ഡ്രൈവറിനെ ഞാൻ അയക്കുന്നത്, അവൻ കാശ് ചോദിക്കില്ലേ? നിധി പറയുകയാണ്, ശരി, ഡ്രൈവറിനും പെട്രോളിനും കാശ് കൊടുക്ക്. വണ്ടി സുധീഷിന്റെ ട്രാവൽസിലെ വണ്ടിയല്ലേ, വണ്ടി ഫ്രീ ആയി കൊടുക്കാമല്ലോ, സുധീഷ് അല്ലേ ഓണർ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, ഓണറോ? ആരാ ഓണർ? സുധീഷ് പറയുന്നു, അച്ഛനൊന്ന് സംസാരിക്കാതെ കഴിക്കാമോ? ഭാസ്കരൻ ചോദിക്കുന്നു, മോളെ, ഇവൻ മോളോട് ഓണർ ആണെന്നാണോ പറഞ്ഞിരിക്കുന്നത്? നിധി പറയുന്നു, അതെ, സുധീഷ് അല്ലേ ട്രാവൽസിന്റെ ഓണർ? ഭാസ്കരൻ ചോദിക്കുന്നു, ഏത് ട്രാവൽസിന്റെ ഓണർ? എന്താ മോളെ ഇത്, നീ ഇത്രയ്ക്ക് പൊട്ടിയാണോ? ഇവൻ പറയുന്നതെല്ലാം അങ്ങ് വിശ്വസിച്ചിരിക്കുക. ഇത് കേട്ട് ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ് ഹരീഷും നികേഷും. ഭാസ്കരൻ പറയുന്നു, ഓണർ സർ, ആ മുഖം ഒന്ന് കാണിക്കുമോ? മോളെ, ഇവന്റെ മുഖം കണ്ടാൽ ഓണറിനെ പോലെ തോന്നുന്നുണ്ടോ? സുധീഷ് പറയുന്നു, അച്ഛൻ കഴിച്ചിട്ടൊന്ന് പോകുന്നുണ്ടോ? ഭാസ്കരൻ പറയുകയാണ്, മോള് സത്യം അറിയണ്ടേ, നീ എന്തൊക്കെയാടാ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ദേ നോക്ക് മോളെ, ഇവൻ ഓണറും അല്ല, ആ ട്രാവൽസിലെ ആരുമല്ല, വെറും ഡ്രൈവറാണ്, ടൂറിസ്റ്റ് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ. എല്ലാം പോയി എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് ഹരീഷിനെയും നികേഷിനെയും നോക്കുകയാണ് സുധീഷ്. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ടെൻഷനോടുകൂടി ഇരിക്കുന്നു. എല്ലാവരും നിധിയെ ശ്രദ്ധിക്കുകയാണ്. ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ ഓണർ ഒന്നുമല്ല, ട്രാവൽസില് വാടകയ്ക്ക് വണ്ടി ഓടിക്കുക, ആരെങ്കിലും ഡ്രൈവറായിട്ട് വിളിച്ചാൽ വാടകയ്ക്ക് വണ്ടി ഓടിക്കാൻ പോകും. ഏട്ടത്തിയുടെ വീട്ടിലും ഡ്രൈവർ ജോലിക്കല്ലേ സുധീഷ് ഏട്ടൻ വന്നത്, പിന്നെ എങ്ങനെ ഏട്ടത്തി സുധീഷ് ഏട്ടൻ ട്രാവൽസിന്റെ ഓണർ ആണെന്ന് വിശ്വസിച്ചത്? നിധി പറയുന്നു, സുധീഷ് അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, സ്വന്തമായിട്ട് ട്രാവൽസ് ഉണ്ട്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ വേണമെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ വന്നതെന്ന്. സുധീഷ് അങ്ങനെയല്ലേ പറഞ്ഞത്? സുധീഷ് പറയുന്നു, നിധി ഇങ്ങനെ എത്ര ചോദ്യം ചോദിച്ചാലും അതിനെല്ലാം ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, അന്ന് നിധി ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, നിധി എന്റെ വീട്ടിൽ വന്ന് താമസിക്കുമെന്നൊന്നും ഞാനന്ന് വിചാരിച്ചിട്ട് പോലുമില്ല, എന്തിനാ ഒരു സ്ട്രേഞ്ചറിനോട് സത്യം പറയുന്നതെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല, പല കസ്റ്റമേഴ്സിനോടും പല കഥകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഞാൻ നിധിയോടും പറഞ്ഞത്. നിധി പറയുന്നു, ഞാൻ അന്നേ ചോദിച്ചതല്ലേ, ഇനി എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന്, ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയാനായി പറഞ്ഞതല്ലേ, ദേ പിന്നെ അടുത്ത കള്ളം. സുഭാഷ് പറയുന്നു, മോളെ അത് വിട്ടേര്, അവന്റെ സ്വഭാവം അറിയാലോ. നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഞാൻ വന്നിട്ട് 3 മാസമായി, ഇത്ര നാളായിട്ടും ആ കള്ളം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയല്ലായിരുന്നു, അത് തെറ്റല്ലേ? നികേഷ് പറയുകയാണ്, തെറ്റാണ് ഏട്ടത്തി, വലിയ തെറ്റാ. സുധീഷ് പറയുന്നു, എടാ വെറുതെ ഇരിക്കടാ. സുഭാഷ് പറയുന്നു, സുധീഷ് ഇനിയെങ്കിലും നിന്റെ ഈ നുണ പറച്ചിലൊന്ന് അവസാനിപ്പിക്ക്, എന്താണെങ്കിലും സത്യം പറഞ്ഞ് ശീലിക്ക്. സുധീഷ് പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ, ഇനി ഞാൻ കള്ളം പറയില്ല, പ്രോമിസ്. സുഭാഷ് പറയുന്നു, മോളെ അവൻ സത്യം ചെയ്തില്ലേ, ഇനി അവൻ കള്ളം പറയില്ല. നിധി പറയുന്നു, ഇല്ല സുഭാഷ് ഏട്ടാ, ഇനി ഞാൻ സുധീഷിനെ വിശ്വസിക്കില്ല, ഈ കൂട്ടുകെട്ട് ഞാൻ അവസാനിപ്പിക്കുക, എന്നെ വിട്ടേരെന്ന് പറഞ്ഞ് നിധി അവിടെ ഒന്ന് പോവുകയാണ്. സുധീഷ് പറയുന്നു,
നിധി ഞാൻ അറിയാതെ പറഞ്ഞതാ. നിധി ദേഷ്യത്തോടു കൂടി റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് എമ്പക്കം വിടുകയാണ് ഭാസ്കരൻ. സുധീഷ് ദേഷ്യത്തോടു കൂടി ഭാസ്കരനെ നോക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് ഇപ്പോഴാ വയറും മനസ്സും നിറഞ്ഞത്. തുടർന്ന് നിധി തുണി കഴുകി വിരിക്കുമ്പോൾ അരികിലേക്ക് ചെന്ന് സഹായിക്കാനായി ശ്രമിക്കുകയാണ് സുധീഷ്. നിധി പറയുന്നു ആദ്യം തുടരുത്. സുധീഷ് ചോദിക്കുന്നു നിധിക്ക് എന്നോട് ദേഷ്യമാണോ? നിധി ചോദിക്കാണ് ഞാൻ എന്തിനാ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത്? സുധീഷ് പറയുന്നു ഞാൻ ഈ കള്ളമെല്ലാം ഒരേ സമയത്ത് പറഞ്ഞതല്ലേ. എന്തൊക്കെയാണ് ഞാൻ അന്ന് പറഞ്ഞതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എന്നോട് ക്ഷമിച്ചൂടെ? ഓരോ കള്ളത്തിന്റെ പേരിലും ഓരോ ശിക്ഷ വിധിക്കണോ? നിധി പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാ ചെയ്യുക. എന്റെ കാര്യത്തിൽ ഇടപെടാതിരുന്നാ മതി. നിങ്ങൾ ഡ്രൈവറോ ഓണറോ ട്രാവൽസ് നടത്തുകയോ വേണമെങ്കിൽ ഒരു കാർ കമ്പനിയുടെ ഓണറായിട്ട് തന്നെ ഇരുന്നു. എനിക്കൊരു പ്രശ്നവും ഇല്ല. സുധീഷ് പറയുന്നു നിധിക്ക് ദേഷ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദേഷ്യപ്പെടുന്നത് കണ്ടോ? നിധി പറയുകയാണ് ഞാൻ ഈ വീട്ടിൽ 3 മാസമായിട്ട് താമസിക്കുക. എല്ലാവരെയും എനിക്ക് മനസ്സിലായി. സുധീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും സത്യസന്ധമായി എന്നോട് പെരുമാറുന്നത്. സുധീഷ് മാത്രം എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? സുധീഷ് പറയുന്നു നിധി ഇവിടെ വന്നതിന് ശേഷം ഞാൻ കള്ളം പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഞാൻ തക്കലയിൽ വെച്ച് പറഞ്ഞ കള്ളമല്ലേ. അന്ന് എനിക്ക് നിധി ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. നിധി പറയുന്നു ശരി അന്ന് എന്നെ അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് കള്ളം പറഞ്ഞത്. ഇപ്പൊ എന്നെ നന്നായിട്ട് അറിയാലോ. സുധീഷിന്റെ വീട്ടിൽ 3 മാസമായിട്ട് ഞാൻ താമസിക്കുന്നുണ്ട്. ഞാൻ എപ്പോ ചോദിച്ചാലും പറഞ്ഞ കള്ളം മെയിൻറ്റെയിൻ ചെയ്യാനല്ലേ നിങ്ങൾ നോക്കിയിട്ടുള്ളത്. ഞാൻ കോളേജിൽ പോകാൻ വേണ്ടി ഒരു വണ്ടി പറഞ്ഞു വിട്ടില്ലേ, അത് എന്റെ ട്രാവൽസിലെ വണ്ടിയാണ്. ഇത് എന്റെ ഡ്രൈവർ ആണെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുകയല്ലായിരുന്നു. അതല്ല എന്തിനു വേണ്ടിയാ ചെയ്തത്? അന്ന് എന്നോട് സത്യം പറയാമായിരുന്നില്ലേ? ആലോചിക്കുമ്പോൾ എനിക്ക് ദേഷ്യം കൂടിയാ വരുന്നത്. എനിക്ക് ട്രാവൽസിൽ ഒരു ജോലി കിട്ടുമോ എന്ന് വരെ ഞാൻ ചോദിച്ചു. അന്ന് പോലും ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. സുധീഷിനെ കാണുന്നതേ എനിക്കിപ്പോ ഇഷ്ടമല്ല. ദയവ് ചെയ്ത് ഇനി എന്നോട് സംസാരിക്കരുത്. എന്താ നിധി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയാണ് നിന്ന് ചിണുങ്ങണ്ട. ഞാൻ പറഞ്ഞതാ. ഈ വീട്ടിലുള്ള എല്ലാവരോടും ഞാൻ സംസാരിക്കും. പക്ഷെ ഇനി ഞാൻ സുധീഷിനോട് സംസാരിക്കില്ല. ഇങ്ങനെ നുണ പറയുന്ന ആൾക്കാരെ എനിക്ക് കാണാൻ പോലും ഇഷ്ടമല്ല. സുധീഷ് പറയുന്നു നിധി ഇങ്ങനെ ദേഷ്യപ്പെടാതെ എന്റെ ഭാഗത്തു നിന്ന് കൂടി ഒന്ന് ചിന്തിക്ക്. നിധി പറഞ്ഞതുപോലെ നിധി ഇവിടെ വന്നപ്പോൾ ഞാൻ സത്യമെല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു. പക്ഷെ അതിനുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ലല്ലോ. നിധി പറയുന്നു ഓ സന്ദർഭം കിട്ടിയില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. 24 മണിക്കൂറും ഞാൻ ഭയങ്കര ബിസിയല്ലേ. സുധീഷിനോട് സംസാരിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ടായിരിക്കും സുധീഷിന് സന്ദർഭം കിട്ടാഞ്ഞത്. ഈ വീട്ടില് സുധീഷിന്റെ കണ്ണിന്റെ മുന്നിൽ ചുമ്മാതിരിക്കുകയല്ലേ ഞാൻ. ജോലിക്കാര്യത്തിനായി ഞാനും സുധീഷും എത്ര തവണ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അന്നൊന്നും സുധീഷിന് സത്യം പറയാൻ സന്ദർഭം കിട്ടിയില്ല. സുധീഷ് പറയുന്നു അങ്ങനെയല്ല നിധി. നിധി വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ട്രാവൽസ് നടത്തുകയാണെന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയിലേ ഇല്ല. എല്ലാ കസ്റ്റമറോടും പറയുന്നത് പോലെ ഞാൻ നിധിയോടും പറഞ്ഞത്. ഞാൻ പറഞ്ഞു കള്ളം എനിക്ക് തന്നെ ഓർമ്മയില്ല. പിന്നെ എങ്ങനെയാ ഞാൻ നിധിയോട് സത്യം പറയുക? അതാണ് ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാരണം നിധിയോട് എനിക്ക് സത്യം പറയാനുള്ള ഒരു സ്പേസ് തന്നിട്ടില്ല. ഞാൻ സംസാരിക്കാൻ വന്നാലേ ഞാൻ ഈ വീട് വിട്ടു പോവാ, ഡിവോഴ്സ് വാങ്ങാൻ പോവാ, വാടക വീട് നോക്കാൻ പോകുക, ഹോസ്റ്റല് നോക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഫ്രണ്ട് ആയിട്ട് പോലും എന്നെ കണ്ടിട്ടില്ല. ഞാൻ നിധിയുടെ ആരാണെന്ന് പോലും അറിയില്ല. സുഭാഷ് ഏട്ടൻ നിധിയുടെ ചേട്ടൻ, നികേഷും ഹരീഷും അനിയന്മാര്. എന്തിന് എന്റെ അച്ഛനോട് പോലും നന്നായി സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നോട് അത്രയും അടുപ്പത്തോടു കൂടി സംസാരിക്കാറേ ഇല്ല. എന്നെ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ സത്യം പറയാൻ പറ്റൂ. ഞാൻ എങ്ങനെ നിധിയോട് സത്യം പറയും? നിധി പറയുന്നു സുധീഷിന് പിന്നെ എല്ലാത്തിനും ഓരോരോ ന്യായങ്ങൾ കാണുമല്ലോ. അതെങ്ങനാ? നേരത്തെ ആലോചിച്ച് വെച്ചിരിക്കുമോ? അല്ലെങ്കിൽ ഉടനെ ആലോചിച്ച് പറയുന്നതാണോ? സുധീഷ് പറയുകയാണ് നിധി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്നെ ഒരു ഫ്രണ്ടായിട്ട് പോലും കാണാത്ത ഒരാളോട് ഞാൻ സത്യം പറഞ്ഞിട്ട് എന്താ? ഇത് കേട്ട് നിധി മിണ്ടാതെ നിൽക്കുമ്പോൾ സുധീഷ് പറയുകയാണ് ദേ നോക്ക്, ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഇപ്പം നിധിക്ക് തന്നെ മനസ്സിലാകുന്നില്ലേ? അതുകൊണ്ടാ നിധി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്. നിധി പറയുന്നു വേണ്ട, എനിക്ക് ഈ കഥയൊന്നും കേൾക്കണ്ട. സുധീഷ് അവസരത്തിനൊത്ത് സംസാരിക്കാൻ അറിയാവുന്ന ആളാ. ഇനി ഞാൻ സുധീഷിനോട് മിണ്ടില്ല. എങ്കിലും എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. സുധീഷിന്റെ ജോലി ചെയ്, ഞാൻ എന്റെ ജോലി ചെയ്തോളാം. സംസാരിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ഇനി നമ്മൾ സംസാരിക്കില്ല. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയുകയാണ് നിധി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിധി തിരിഞ്ഞു നോക്കാതെ അകത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് സുധീഷ്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.